അങ്ങനെ എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഓഫീസിലും ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം 2 ദിവസമായിട്ട് ഞാൻ ലീവായിരുന്നു. എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് ഓഫീസിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യം എനിക്ക് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാളുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം നേരെ ആശയാണ് ഇതുപോലൊരു ബോക്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഇവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത്. മാളും എല്ലാ പ്രാവശ്യം തന്നുകൊണ്ട് ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. പക്ഷേ ആഷിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഞാൻ കല്ലൊക്കെ ആണെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ ട്വിസ്റ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു കേക്ക് കണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം നേരെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പരിപാടിയിലേക്കാണ് കടന്നിട്ടുള്ളത്. നമ്മുടെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോ വരുന്ന കപ്പാണ്ട് അവൻ തന്നിട്ടുണ്ടായിരുന്നു. പണ്ട് ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കൈ കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.